ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനുഷ്. എടാ മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സുകാർക്കായാലും 10ാം ക്ലാസ്സുകാർക്കായാലും ഹിന്ദി പരീക്ഷയിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് പട്കഥ ഉണ്ടാക്കാന്. പട്കഥ എന്ന് പറഞ്ഞാൽ തന്നെ തിരക്കഥയാണ് അല്ലെ. നമുക്ക് ഏതെങ്കിലും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭം തരും, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രീൻ പ്ലേ, അതായത് പട്കഥ തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുക. അപ്പൊ ഇതിനും കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ട്. ദൃശ്യ, അതുപോലെ സ്ഥാനം, സമയം എന്നൊക്കെ പറഞ്ഞ കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ആ സ്ട്രക്ചർ നമ്മൾ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് 2-3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിലേക്ക് മക്കൾ അത്യാവശ്യം ഒന്ന് കണ്ടന്റും കൂടി ചേർത്ത് കൊടുത്താൽ ഫുൾ മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അത്തരത്തിലൊരു പട്കഥ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചതായാലും പഠിക്കാതായാലും ഒരു പട്കഥ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് നമ്മളൊന്ന് പഠിക്കാൻ പോണത്. ആ പട്കഥയുടെ ഉടായ്പ ഫോർമാറ്റിലേക്ക് സ്വാഗതം. ഓക്കെ, മക്കളെ നമുക്ക് തുടങ്ങാം. സോ പട്കഥയിൽ ഒരു ബോക്സ് വരയ്ക്കുന്നൊക്കെ നല്ലതാണ്. ഏറ്റവും ടോപ്പിലായിട്ട് മക്കള് ദൃശ്യ എന്ന് എഴുതിയിട്ട് ഏക്ക് എന്ന് കൊടുക്കുക. ദൃശ്യ ഏക്കോ ദോ എന്ത് തേങ്ങ വേണമെങ്കിലും കൊടുക്കുക. ഏറ്റവും നല്ല ഏക്ക് എന്നാണ്. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാല് നമുക്ക് വേണം ഇവിടെ 1 അല്ലെങ്കിൽ 2 ഇങ്ങനെയൊക്കെ കൊടുക്കുക. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ കഴിയുന്നതും ഒക്കെ ഹിന്ദി തന്നെ എഴുതിയാൽ നിങ്ങളെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ കിട്ടും. അപ്പം ദൃശ്യ ഏക്ക് തന്നെ എഴുതുക, അത് ഹിന്ദി തന്നെ എഴുതുക കേട്ടോ. ഇനി അടുത്ത സ്ഥാനാണ് കേട്ടോ. സ്ഥാൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്ഥലം, നമ്മുടെ സംഭവം നടക്കുന്ന ഒരു ദൃശ്യമല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടിയിട്ടോ നാടകത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുകയാണ്. അപ്പൊ അത് എവിടെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് എഴുതുക. അത് മക്കൾ എഴുതണം കൃത്യമായിട്ട്. ഉദാഹരണത്തിന് നമ്മുടെ രാജാറാമിന്റെ ആ ഒരു സ്റ്റോറി ആണെങ്കിൽ അത് ദില്ലിയിലാണ്. ദില്ലി മെയിൻ ഏക്ക് ഓട്ടോമേ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് ലേഖികക്ക് ഗർമ, ലേഖികയുടെ വീട്, ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഏതാണോ സാഹചര്യം ആ സാഹചര്യത്തിനനുസരിച്ച്. ഇനി അതല്ല ഗിടുക്കി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് അവിടെ ആ ഗിടുക്കി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ട്രെയിനിൽ വെച്ചിട്ടാണ്. അപ്പൊ റെയിൽ ഗാഡിമേം ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എവിടെയാണോ കഥ നടക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാന്, സ്ഥലം നിർണ്ണയിക്കാൻ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ ചാപ്റ്ററിനെയും സ്ഥലം മക്കൾ നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പട്കഥ ചോദിച്ചാലും ആ സ്ഥലം കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അടുത്തത് മക്കളെ സമയമാണ്. സമയം എഴുതാൻ പിന്നെ ഈസിയാണ്. നമുക്ക് ഏകദേശം ഏത് സമയത്താണ് നമ്മുടെ സംഭവം നടക്കുന്നത് നോക്കാം. രാവിലെയാണ് സുബഹ് എന്ന് എഴുതാം, ഉച്ചക്കാണ് ദുബഹർ എന്ന് എഴുതാം, വൈകുന്നേരമാണ് ഷാം എന്ന് എഴുതാം. ഇനി ഇവൻ രാത്രിയാണെങ്കിൽ രാത്രി എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് എത്ര മണിയാണ്? അപ്പൊ 9 മണിയാണ് 9 ബജെ അല്ലെ. 9 എഴുതിയാൽ 9 അല്ലെങ്കിൽ 10 ബജെ. ബജെ എന്ന് പറഞ്ഞാൽ മണി എന്നർത്ഥം. ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ സുബാണ് സുബഹ് 9 ബജെ. ഓക്കെ, അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ ദുബഹർ എന്താണ്, ഇപ്പൊ 2 ആണെങ്കിൽ 2 മണിയാണ് 2 ബജെ. ഇങ്ങനെ ആ സമയം കൂടി അതിൽ ചേർക്കുക. അപ്പൊ അതിന് മാർക്കണ്ടേ ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ പാത്ര ഓർ വേഷ്ഭൂഷ. പാത്ര ഓർ വേഷഭൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാത്രം എന്ന കഥാപാത്രം, വേഷഭൂഷ എന്ന അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ വയസ്സ് പെടും, അതേപോലെ തന്നെ എന്ത് വസ്ത്രമാണ് ധരിച്ചത്, ഇതെല്ലാമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു 2 ആളുകളൊക്കെയാണ് സാധാരണ നമ്മുടെ പട്കഥയിൽ ആ രംഗത്തിൽ വരിക. അതായത് 2 പേര് തമ്മിൽ നടക്കുന്ന കോൺവെർസേഷനൊക്കെയാണ് നമ്മൾ എഴുതേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് ആ 2 കഥാപാത്രങ്ങളുടെയും പേര് നമുക്കറിയുമെങ്കിൽ ആ പേര് കൊടുക്കണം. പേരില്ലെങ്കിൽ കഥയിൽ എന്താണോ അവർ അഭിസംബോധന ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു അഭിസംബോധന അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവർക്ക് വയസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വയസ്സ് എഴുതണം. വയസ്സ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്തൊരു വയസ്സ് കണ്ടെത്തുക. ഡ്രസ്സൊക്കെ ഏത് ഡ്രസ്സാണ് അവർ ധരിച്ചതെന്ന് ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക, ഇല്ലെങ്കിൽ മക്കളൊന്ന് ഇമാജിൻ ചെയ്ത് എഴുതുക. അതൊക്കെ വളരെ സിമ്പിൾ ആണ്, പറഞ്ഞു തരാം. സോ അവിടെ നോക്കി നമ്മൾ ക്യാരക്ടറുടെ പേര്, ഉദാഹരണത്തിന് ഗിടുക്കിയിലാണെങ്കിൽ നമുക്കറിയാം ഒരു യുവതിയുണ്ട്, ഷാള് വെക്കുന്ന യുവതിയും അതേപോലെ തന്നെ ആ ഒരു ചേച്ചിയിലെ ആ ഒരു പത്നി എന്ന് പറയും, ഭാര്യ, അവര് തമ്മിൽ നടക്കുന്ന ഒരു സംവാദം അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്ക്രിപ്റ്റ് ആണ് നമുക്ക് എഴുതേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ യുവതിയാണെങ്കിൽ യുവതി എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്താ, കരീബ്. കരീബ് പറഞ്ഞാൽ ഏകദേശം, വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാ, അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ഒരു വയസ്സ് കൊടുക്കുക. ഒരു യുവതിയല്ലേ, ഒരു 25 or 20 കൊടുക്കുക. എന്നിട്ട് വർഷിക്ക. ഓക്കെ, വർഷിക്ക പെണ്ണായതുകൊണ്ട് ലടുക്ക, ലടുക്കി, ആത്മി, ഔരത്ത് 4 വാക്കുണ്ട്. ലടുക്ക പറഞ്ഞാൽ ചെറിയ പെൺകുട്ടി, ആൺകുട്ടിയാണ്. ലടുക്കി എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടിയാണ്. പിന്നെ ആത്മി എന്ന് പറഞ്ഞാൽ വലിയ പുരുഷനാണ്. ഔരത്ത് എന്ന് പറഞ്ഞാല് വലിയ സ്ത്രീയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ യുവതി ആയതുകൊണ്ട് നമുക്ക് വർഷിക്ക ഏക്ക് യുവതി എന്ന് വേണമെങ്കിൽ എഴുതാം, ഏക്ക് യുവതി. ഓക്കെ, ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റേ സ്ത്രീയുടേതാണെങ്കിൽ, അതായത് പത്നി, ഭാര്യയുടേതാണെങ്കിൽ നമുക്ക് പറയാം എന്താ, പത്നി എന്നൊരു വയസ്സ് കൊടുക്കുക, ഒരു 35 എന്തെങ്കിലും ഒരു വയസ്സ് കൊടുക്കുക. വർഷിക്ക കരീബ് 35 കൊടുത്തിട്ട് വർഷിക്ക ഏക്ക് ഔരത്നം എടുക്കുക. ഇനി നമ്മുടെ ചേട്ടനാണെങ്കിൽ എന്താണ്, പതി, ഭർത്താവാണല്ലോ, പതി കരീബ് ഏതെങ്കിലും ഒരു 40 വയസ്സാണ്, 40 വർഷിക്ക എന്നാണ് ഏക്ക് ആത്മി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോ രാജാറാം ആണെങ്കിൽ ഇതേമാതിരി രാജാറാം കരീബ് ഒരു വയസ്സ് കൊടുക്കുക, 40 ആണ്, 40 വർഷിക്ക ഏക്ക് ആത്മി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വസ്ത്രം കൊടുക്കണം. അപ്പൊ ഒന്ന് മക്കൾ ശ്രദ്ധിക്കാം. കുർത്ത, കുർത്ത നമ്മൾ സാധാരണ ധരിക്കുന്ന ഷർട്ട് പോലുള്ള വസ്ത്രങ്ങളാണ്, ആണുങ്ങൾ ധരിക്കുന്നതാണ്. പിന്നെ കോട്ട്, ഇതും ആണുങ്ങൾ ധരിക്കുന്നതാണ്. പിന്നെ പാന്റ് ആണുങ്ങൾ ധരിക്കുന്ന, പത്തലൂന്നും പറയും കേട്ടോ. ഇതൊക്കെ ആണുങ്ങളുടെ ഡ്രസ്സ്. ഇത് ആണുങ്ങളുടെ ഡ്രസ്സ് എന്നല്ല,
അതൊക്കെ എന്താ വെച്ചാൽ പുല്ലിംഗ വചനങ്ങളായതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഡ്രസ്സാക്കി കൊടുക്കുന്നെങ്കിൽ പഹ്നാഹെ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ രാജാറാം ആണെങ്കിൽ കുർത്ത ഓർ പാന്റ് പഹ്നാഹെ. ഓക്കെ, എന്നാൽ ചില വസ്ത്രങ്ങൾ സ്ത്രീലിംഗമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ധോത്തി, മുണ്ട് ഉടുക്കുന്ന ആണാണെങ്കിലും ധോത്തി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പെണ്ണാണ്. അപ്പൊ ധോത്തിയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ ധോത്തി എന്താണ് പഹിനീഹെ എന്ന് കൊടുക്കണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ധോത്തി പിന്നെ കൊടുക്കേണ്ട, പ്രശ്നം കഴിഞ്ഞു. നിങ്ങൾ പാന്റ് കുർത്ത പാന്റ് എന്ന് കൊടുത്താൽ മതി. ആണുങ്ങളാണെങ്കിൽ എല്ലാത്തിനും കുർത്ത പാന്റ് എന്ന് കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ. പിന്നെ പെണ്ണുങ്ങൾ സാധാരണ ഇടുന്ന ഡ്രസ്സുകളാണ് സാട്ടി, ചുരിദാറ്, കമ്മീസ്. സാട്ടി എന്ന് പറഞ്ഞാൽ സാരിയാണ്. ഇതൊക്കെ പഹനീഹെ എന്ന് കൊടുക്കേണ്ടത്. ഇപ്പൊ സ്ത്രീലിംഗാണ്. അപ്പോൾ നമ്മുടെ യുവതിക്കൊക്കെ ആണെങ്കിൽ ചുടിദാർ പഹനീഹെ. പിന്നെ നമ്മുടെ ചേച്ചി ആണെങ്കിൽ എന്താണ് പത്നി ആണെങ്കിൽ സാട്ടി പഹനീഹെ. ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ എന്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്? ഉദാഹരണത്തിന് യുവതി ആണെങ്കിൽ യുവതി കരീബ് 25 അല്ലെ 25, വർഷിക്ക എന്താ പറഞ്ഞത് യുവതി. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ ചുടിദാർ പഹനിഹെ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ യുവതിന്റെ കഴിഞ്ഞ്. അതിന്റെ നേരെ താഴെ പിന്നെ നമ്മുടെ പത്നി കരീബ് എത്ര വയസ്സ്, ഇപ്പൊ 40 ആണ് 40, അല്ലെങ്കിൽ ഇനിയിപ്പോ 35 അങ്ങനെ കൊടുക്കുക. വർഷിക്ക ഏക്ക് ഔരത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സാരി ആണെങ്കിൽ സാട്ടി പഹനിഹെ. ഓക്കെ, മറ്റാളാണെങ്കിൽ പഹ്നാഹെ. ഏതെങ്കിലും വസ്ത്രം കൊടുത്തിട്ട് കുർത്ത ഓർ പാന്റ് പഹ്നാഹെ. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വേഷഭൂഷയും അതേപോലെ തന്നെ കഥാപാത്രമൊക്കെ കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൃശ്യിക്ക വിവരണമാണ്, ദൃശ്യത്തെ വിവരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ദൃശ്യം എന്താണെന്ന് ഷോർട്ടായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഒന്നും നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ അറിയില്ലെങ്കിൽ മക്കൾ ആ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉണ്ടാവും ഏതാണ് ദൃശ്യമെന്ന്, ഏത് രംഗമാണ് നമ്മൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസിലുള്ള രംഗം തന്നെ മക്കൾ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഒരു 1-2 സെന്റൻസിൽ എഴുതിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി എഴുതണം. ഉണ്ടാക്കി എഴുതുമ്പോൾ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വിഷയമില്ലടാ, അങ്ങോട്ട് ഉണ്ടാക്കി എഴുതിയാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നമ്മുടെ ഈ പഠിക്കാതെ നമ്മുടെ ഗിടുക്കി ഉണ്ടല്ലോ, ഗിടുക്കിയിലെ ഒരു രംഗമാണെങ്കിൽ നമുക്ക് പറയാം എന്താ, ഏക്ക് റെയിൽഗാഡി അല്ലെ, ഒരു തീവണ്ടി. എന്താണ് एक पति और उसकी പത്നി എന്താണ് സീറ്റ് മേം ബൈഠത്തി ഹെ അല്ലെ, ബൈഠത്തെ ഹെ. അതായത് ഒരു ഭാര്യയും അവരുടെ ഭർത്താവും ഒരു സീറ്റിലിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജമ്മു കി ഷാൾ ബേച്ചിനെ വാലി ഏക് യുവതി വഹാമായി ഹെ അല്ലെ, അതായത് ജമ്മുവിൽ നിന്നുള്ള ഷാള് വിൽക്കുന്ന ഒരു യുവതി അവിടേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ രംഗം ഒന്ന് ചിത്രീകരിക്കുക 2-3 സെന്റൻസിൽ അല്ലെ. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ പറയുന്നതാണ്, ആ യുവതിയെ ചിത്രീകരിക്കുന്ന സമയത്ത് ഉൻകെ സിർപ്പർ, അവളുടെ തലയുടെ മുകളിൽ എന്താണ് രംഗ് ബിരംഗി ഷാളോ കാ ഭാരി കട്ടർ ഹെ അല്ലെ, പല നിറത്തിലുള്ള ഷാളിന്റെ വലിയ ഭാരമേറിയ ഭാണ്ഡമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. വേണമെങ്കിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസിൽ പറയുന്ന സാധനം ഒന്ന് തട്ടി വിട്ടു കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ സംവാദമാണ്. ഇത് നമുക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ കഴിയും. എന്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് കിട്ടില്ല ഇടയിൽ കൊണ്ടുപോയിട്ട് മംഗ്ലീഷ് കൊണ്ടുപോയി കയറ്റി കൊടുത്താൽ മതി. കുറച്ച് ഇംഗ്ലീഷ് നേരെ ഹിന്ദിയിലാക്കി എഴുതിയാൽ മതി. പറ്റുന്നതും കഴിയുന്നതും എന്ത് വിചാരിച്ചാൽ സെന്റൻസ് ആക്കി എഴുതാം. നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ഒക്കെ വേണം ഇങ്ങനെ തന്നെ കൊടുക്കുക. എന്താണ്, ഹസ്തേ ഹുയെ, ചിരിച്ചുകൊണ്ട് ഒരാൾ കഥാപാത്രം ഒന്നാമൻ പറയുന്നത് നമസ്തേ തും യഹാം ക്യാ കർ രഹേ ഹോ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ കഥാപാത്രം പറയുന്നത് മേ യഹാം എന്ന് പറഞ്ഞിട്ട് എന്താണോ ചെയ്യുന്നത് അത്. ജമ്മുവിൽ നിന്നുള്ള പെൺകുട്ടിയാണെങ്കിൽ പറയുന്നത്, ഇപ്പൊ ഇവിടെ ചേച്ചി ചോദിക്കുകയാണെന്ത് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ കഥാപാത്രം രണ്ടാമനായിട്ടുള്ള നമ്മുടെ ചേച്ചി പറയണത് മേയഹാം ജമ്മു കി ഷാൾ ബേച്ച്തേ ഹെ, അല്ലെങ്കിൽ ബേച്ചിനെ കേലിയായാഹും, ഞാനിവിടെ ജമ്മുവിൽ നിന്നുള്ള ഷാള് വിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള രംഗങ്ങൾ എന്താ, കിത്തിനെ കീ ഹെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് അവർ തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ. ചിലപ്പോൾ ആ കോൺവെർസേഷനിലെ 1-2 ഡയലോഗ് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഇതിൽ തട്ടി വിട്ടുകൊടുക്കുക. അപ്പോൾ ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. എന്തായാലും ഇത്രയും കണ്ടന്റുകൾ വന്നാൽ തന്നെ നിങ്ങൾക്ക് 2-3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി ഈ ഒരു കോൺവെർസേഷനും കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെ, എല്ലാവർക്കും നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.